എൻ്റെ സുജയ പാർവതി സഹോദരി, ഈ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് എസ് രാജീവ് പറഞ്ഞു തന്നിട്ടും ഇനിയും മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്നാണ് മാധ്യമപ്രവർത്തകയെ ഒന്ന് മനസ്സിലാക്കുന്നത്? മനസ്സിലായില്ലെന്ന് മാത്രമല്ല, ഒട്ടും ഈ പറഞ്ഞതുപോലെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാതെ ആവേശപൂർവമായി ചിലരെയൊക്കെ കൈകാര്യം ചെയ്യാൻ വ്യഗ്രതയോടെ ശ്രമിക്കുമ്പോൾ ഈ പറയുന്നതൊരു ലേശം ഉളിപ്പ് വേണ്ടേ? ഒരു ലേശ ഉളിപ്പ്. നമ്മുടെ തൊലി അങ്ങ് രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ കാണ്ടാമൃഗത്തിനോട് പോലും മത്സരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളൊരു ഗണത്തിലേക്ക് മനുഷ്യൻ്റെ തൊക്കുമായി എത്തിപ്പെടുന്നത് എത്രയോ വലിയ പ്രകൃതി വിരുദ്ധമാണ്, എത്രയോ വലിയ ശരിയല്ലായ്മയാണത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോക്ടർ ജിൻഡോ ജോൺ മത്സരിച്ചിരുന്നു. ജിൻഡോ ജോണിനെക്കുറിച്ചൊക്കെ വാർത്താമാധ്യമങ്ങൾക്ക് പൊതുവേയും ചാനൽ ചർച്ചകളിലും നിലപാട് കൊണ്ടുമൊക്കെ ശ്രദ്ധേയനായ ഒരു ചെറുപ്പക്കാരനാണ്. ജീവിതത്തിൽ അധ്വാനം കൊണ്ട് പടവുകൾ കയറി വന്നവൻ, നിലപാടുകൾ ഉറക്കെ പറയുന്നവൻ, യോജിപ്പും വിയോജിപ്പുമൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൻ്റെ കടന്നു വന്ന വഴികളെ മറക്കാത്തവൻ, അനുഭവങ്ങളെ ഏറ്റവും ഇഷ്ടത്തോടെ ചേർത്ത് പിടിക്കുന്ന ആൾ. താൻ റബ്ബർ ടാപ്പ് ചെയ്യാൻ പോയ കഥയും പെയിൻ്റടിപ്പണിക്ക് പോയ കഥയുമൊക്കെ ഇപ്പോഴും പറയാൻ യാതൊരു മടിയില്ലാത്തൊരാൾ. അങ്ങനെ ഒരാൾ ഇലക്ഷന് മത്സരിച്ചപ്പോൾ ആ മണ്ഡലത്തിൻ്റെ ഭൂമിശാസ്ത്രവും രാഷ്ട്രീയ ശാസ്ത്രവും ഒക്കെ അറിയാവുന്നവർക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഏറെക്കുറെ പ്രവചിക്കാവുന്നതായിരുന്നു. എന്ന് മാത്രമല്ല, ജിൻഡോ ജോണിനെ പോലെ ഒരു സ്ഥാനാർത്ഥിക്ക് അത്തരമൊരു വിജയം എന്ന് പറയുന്നത് ഒരു പ്രയാസവും ഇല്ലാത്തതാണ് എന്ന് അറിയാവുന്നവരാണ്, അല്ലെങ്കിൽ അറിയേണ്ടവരാണ് മാധ്യമപ്രവർത്തകർ, ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ വെച്ച്. പക്ഷേ വേറൊരു ചാനലിലും കിട്ടാത്തൊരു വാർത്ത, ഒരു ഘട്ടത്തിലും സംഭവിക്കാത്തൊരു വാർത്ത ഈ പറയുന്നത് പോലെ അവിടെ സംഭവിച്ചു. അത് പങ്കുവച്ചത് ഡോക്ടർ ജിൻഡോ ജോൺ തന്നെയാണ്. ദേ ആ വാർത്ത ഇതാണ്. ജിൻഡോ ജോൺ മൂന്നാമത്. ജിൻഡോ ജോൺ ടെലിവിഷനിലെ ചർച്ച ഗുണം ചെയ്തില്ലേ? അതെ, ജിൻഡോ ജോൺ മത്സരിക്കുന്നിടത്ത് അഡ്വക്കേറ്റ് തങ്കച്ചൻ വർഗീസ് മുന്നിൽ, ജിൻഡോ ജോൺ മൂന്നാം സ്ഥാനം. പക്ഷേ കൊച്ചി A few moments later. ഒന്നാമത്തെ കാര്യം, ഈ വാർത്താ അവതരണ ശൈലി നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഉണ്ടാക്കിയതാണെങ്കിലും ഏറ്റവും മോസ്റ്റ് ബോറൻ സംഗതിയാണ് ഈ സംഗതി. ഇതുപോലെ ആളുകൾ നിരന്ന് നിന്ന് ഇങ്ങനെ പ്രകടനം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഫിഷിംഗ് ഹാർബറിലും മീനൊക്കെ വിൽക്കുന്ന കമ്മീഷൻ കടയിലുമാണ്. ഫിഷിംഗ് ഹാർബറിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. എൻ്റെ അടുത്തുള്ള നീണ്ടകരയിൽ ഞാൻ എൻ്റെ ഒരു പ്രോജക്റ്റും വർക്കും ഒക്കെ ആയി പോകുന്ന സമയത്ത് വെളുപ്പിനെയൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലെ മീൻ കൂട്ടിയിട്ടിട്ട് കുറച്ച് ബ്രോക്കർമാരിങ്ങനെ നിറഞ്ഞു നിന്ന് ലേലം വിളിക്കും. 900 800 700 എന്നും പറഞ്ഞ് താഴേക്ക് വിളിക്കും. എന്ന് പറയുന്നത് പോലെ ആധുനിക കാലത്തെ ലേലം വിളിക്കാരായ കുറേ പേർ ഇതുപോലെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ലേലം വിളിക്കുന്ന ഈ പണി തന്നെ ബോറാണ്. ഇരുന്നങ്ങ് പറഞ്ഞാൽ മതി. അതിന് ഇരുന്ന് പറഞ്ഞുകൊണ്ട് എന്തോ കുഴപ്പം? ഇങ്ങനെ നിന്ന് എല്ലാവരോടും ഇങ്ങനെ ഉന്തിയും തള്ളിയും പറയുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? എന്ന് മാത്രമല്ല, നമ്മുടെ ചേച്ചി പറയുന്നത് കേട്ടില്ലേ, സുജയ പാർവതി സഹോദരി പറയുന്നത് കേട്ടില്ലേ, ഒന്ന് പറഞ്ഞോട്ടെ, തങ്കച്ചൻ മുന്നിൽ പൊന്നച്ചൻ മുന്നിൽ. സത്യം പറഞ്ഞാൽ ഒരു മണിക്കൂർ പോലും, ഒരു 10 മിനിറ്റ് പോലും അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങ് വീശുക എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഷിപ്പാലിൻ്റെ കൂട്ടുള്ള ആളുകളാണല്ലോ എല്ലായിടവും നിൽക്കുന്നത്. അപ്പോൾ ആവേശത്തിന് വേണ്ടി എന്തും കാച്ചാവോ അതങ്ങ് കാച്ചി വിടുക എന്ന് മാത്രമല്ല, ഈ വൈരാഗ്യം അതിനിടയ്ക്ക് അദ്ദേഹം ചോദിക്കുന്നത് കേട്ടില്ലേ, ആരാ, നമ്മുടെ അരുൺ സാറ്. അപ്പോൾ ചാനൽ ചർച്ചയൊന്നും ഗുണം ചെയ്തില്ലേ? ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നവരൊക്കെ തോക്കുകയാണ് അരുൺ സാറേ. പണ്ട് ചാനൽ ചർച്ചയിൽ ഇപ്പോൾ ആരും അതുകൊണ്ട് മാന്യന്മാരാരും അവിടെ ഒന്നും ഇരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ അവിടെ വന്നിരുന്ന് പറയുന്നതിൽ ആകപ്പാട് വൃത്തിയായി സംസാരിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. ആ KT കുഞ്ഞിക്കണ്ണൻ, ഷാഫി ചാലിയം, അങ്ങനെയൊക്കെ പറയുന്ന ചിലരൊഴിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ വിധി ചോദിച്ചു വാങ്ങുക. നിങ്ങളുടെ കൂടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നതിനോട് ജനത്തിന് ദേഷ്യമാണ് സത്യം പറഞ്ഞാൽ. ഏതായാലും അത് ഗുണം ചെയ്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതൊന്നുമല്ല ഗുണം ചെയ്യുന്നത്, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന അവരുടെ ബോധ്യമാണ്. ഏതായാലും ജിൻഡോ ജോൺ ജയിച്ചു. സുജയ പാർവതി ഇനിയും അനുഭവിക്കാനായി ജീവിതം ബാക്കി.